ഹലോ മക്കളെ, ടെല്ല ക്ലാസ്സസിന്റെ ഓണം എക്സാം റിവിഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഇയറിലെ ഏറ്റവും അവസാനം നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും അവസാനത്തെ ബോട്ടണി ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മളിപ്പോൾ ഓൾറെഡി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും പ്ലാന്റ് കിങ്ഡവും പഠിച്ചിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ചാപ്റ്ററും ഇല്ല, ഇൻഫ്ലോറസൻസ് വരെയുള്ള ടോപ്പിക്കാണ് നമ്മളോട് ഓണം എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഓണം എക്സാമിന്റെ സിലബസിൽ ഓഗസ്റ്റ് മാസം വരെ കംപ്ലീറ്റ് ചെയ്യേണ്ട എക്സാം പോർഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലോറസൻസ്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഇൻഫ്ലോറസൻസ് വരെയുള്ള പോർഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും റെഡി അല്ലേ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്ക് എവിടം വരെ പഠിക്കാം? ഇൻഫ്ലോറസൻസ് വരെയുള്ള ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, വരൂ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മക്കളെ, എന്താണ് മോർഫോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം. ഏതെങ്കിലും ഒരു ജീവിയുടെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിന്റെ എക്സ്റ്റേണൽ മോർഫോളജി ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ആൻജിയോസ്പേം പ്ലാന്റിന്റെ, ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ എക്സ്റ്റേണൽ മോർഫോളജി ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് മോർഫോളജി ഓഫ് ആൻജിയോസ്പേം അല്ലെങ്കിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കാം. നമുക്കറിയാം, ഫ്ലവറിംഗ് പ്ലാന്റുകൾ സീഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ? സീഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? റാഡിക്കിൾ എന്ന് വിളിക്കും. ശരിയല്ലേ? ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കൂടാ? റാഡിക്കിൾ എന്ന് വിളിക്കും. രണ്ടാമത് പുറത്തു വരുന്ന ഭാഗത്തെ നമ്മൾ പ്ലിമ്യൂൾ എന്ന് വിളിക്കും. ശരിയല്ലേ? ആദ്യം പുറത്തു വരുന്ന ഭാഗത്തെ റാഡിക്കിൾ എന്ന് വിളിക്കും, രണ്ടാമത് പുറത്തു വരുന്ന ഭാഗത്തെ പ്ലിമ്യൂൾ എന്ന് വിളിക്കും. ഈ റാഡിക്കിൾ വളർന്ന് എന്തായിട്ട് മാറും? റാഡിക്കിൾ ഡെവലപ്സ് ഇൻ ടു റൂട്ട് സിസ്റ്റം. റാഡിക്കിൾ ഡെവലപ്പ് ചെയ്ത് ആരായിട്ട് മാറൂടാ? റൂട്ട് സിസ്റ്റം ആയിട്ട് മാറും. പ്ലിമ്യൂൾ ഡെവലപ്പ് ചെയ്ത് ആരായിട്ട് മാറും? ഷൂട്ട് സിസ്റ്റം ആയിട്ട് മാറും. അപ്പോൾ ഒരു പ്ലാന്റിന്റെ മോർഫോളജി നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ? റൂട്ട് സിസ്റ്റവും ഉണ്ട്, ഷൂട്ട് സിസ്റ്റവും ഉണ്ട്. ഇതേ നോക്കിയേ, ഈ പിക്ചർ നോക്കിയേ. ഇതേ ഇവിടെ ഒരു പ്ലാന്റിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ കാണപ്പെടുന്നത് ഇത്രയും ഭാഗത്തെയാണ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിൽ പ്രൈമറി റൂട്ട് ഉണ്ട്, സെക്കൻഡറി റൂട്ട് ഉണ്ട്, ടെർഷറി റൂട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് റൂട്ടുകളുണ്ട്. ഇനി ഏരിയൽ ആയിട്ട് കാണപ്പെടുന്ന, മണ്ണിന്റെ മുകളിൽ കാണപ്പെടുന്ന ഏരിയൽ അറ്റ്മോസ്ഫിയറിലേക്ക് കാണപ്പെടുന്ന ഈ ഭാഗത്തെ നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്ന് വിളിക്കും. അതിൽ ലീഫ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, അങ്ങനെ ഒരുപാട് പാർട്ടുകളുണ്ട് അല്ലേ? അപ്പൊ ഇനി ഈ റൂട്ട് സിസ്റ്റത്തിലും ഷൂട്ട് സിസ്റ്റത്തിലും കുറേ അധികം പാർട്ടുകളുണ്ട്. ഈ പാർട്ടുകളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നിനെ നമ്മൾ വിളിക്കും വെജിറ്റേറ്റീവ് പാർട്സ്. ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സ്, അതായത് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ചെയ്യാത്ത ഒരു പ്ലാന്റിന്റെ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് ഒക്കെ എന്താണ്? വെജിറ്റേറ്റീവ് പാർട്സ് ആണ്. എന്നാൽ ഇതേ സമയം റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില പാർട്ടുകളുണ്ട്. ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് പാർട്സ്. ഏതൊക്കെയാണ്? ഫ്ലവർ എന്താണ്? ഒരു ആൻജിയോസ്പേമിന്റെ, ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോഴേ പറയണം ദാറ്റ് ഈസ് ഫ്ലവർ. നമുക്ക് എന്തായാലും ഈ ഒരു ലെക്ചറിൽ ഫ്ലവറിനെ കുറിച്ച് പഠിക്കാനില്ല, പകരം ഇൻഫ്ലോറസൻസ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഓരോരോ വെജിറ്റേറ്റീവ് പാർട്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ആരെ കുറിച്ചാണ്? റൂട്ട്സിനെ കുറിച്ചാണ് ആദ്യം നമുക്ക് പഠിക്കേണ്ടത്. നോക്കിയേ, ഇൻ മെജോറിറ്റി ഓഫ് ദ ഡൈക്കോട്ടിലിനസ് പ്ലാന്റ് the direct elongation of the radicle leads to the formation of primary root which grows inside the soil. മക്കളെ, റൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവയിൽ എന്തുണ്ട്? റാഡിക്കിൾ ഉണ്ട് അല്ലെ? ഒരു വിത്ത് മുളച്ച് ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റാഡിക്കിൾ എന്ന് വിളിക്കുക. അവർക്ക് റാഡിക്കിൾ ഉണ്ട്. ഇതെന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഒരു ഡൈക്കോട്ട് പ്ലാന്റിലാണെങ്കിൽ ഈ റാഡിക്കിൾ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും, താഴേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഇലോങ്ങേറ്റ് ചെയ്യും. And this forms a primary root. ഇത് എന്ത് ഫോം ചെയ്യൂടെ? ഈ ഇലോങ്ങേഷൻ കൊണ്ട് ഇവിടെ എന്ത് ഫോം ചെയ്യും? ഒരു പ്രൈമറി റൂട്ട് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഒരു പ്രൈമറി റൂട്ട്. ഈ പ്രൈമറി റൂട്ടിൽ നിന്നും പിന്നീട് സെക്കൻഡറി റൂട്ടുകൾ ഉണ്ടാവും. ലാറ്ററൽ ആയിട്ട് സെക്കൻഡറി റൂട്ടുകൾ ഉണ്ടാവും. ഈ സെക്കൻഡറി റൂട്ടുകളിൽ നിന്ന് പിന്നീട് ടെർഷറി റൂട്ടുകളും ഉണ്ടാവും. കണ്ടോടെ? അപ്പോ റാഡിക്കിളിന്റെ ഡയറക്റ്റ് എലോങ്ങേഷൻ വഴി ഒരു പ്രൈമറി റൂട്ട് ഉണ്ടായി. ആ പ്രൈമറി റൂട്ടിൽ നിന്നും പിന്നീട് സെക്കൻഡറി റൂട്ടുകൾ ഉണ്ടായി. സെക്കൻഡറി റൂട്ടിൽ നിന്നും പിന്നീട് ടെർഷറി റൂട്ടുകൾ ഉണ്ടായി. ഇങ്ങനെ ഉണ്ടായി വരുന്ന റൂട്ട് സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അപ്പൊ പരീക്ഷയ്ക്ക് റൂട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ടിലിനസ് പ്ലാന്റ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഏതെന്ന് പറയുന്നത്?
ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ടാപ്പ് റൂട്ട് ഉണ്ടാവുന്നത്? ദ റാഡിക്കൽ ഡയറക്ട്ലി എലോങ്ങേറ്റ്സ് ആൻഡ് ഫ്രോം പ്രൈമറി റൂട്ട് അല്ലെ. റാഡിക്കൽ ഡയറക്റ്റ് ആയിട്ട് എലോങ്ങേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? പ്രൈമറി റൂട്ട് ആയിട്ട് മാറും. ദ പ്രൈമറി റൂട്ട് ഗീവ് റൈസ് ടു സെക്കൻഡറി റൂട്ട്സ് ആൻഡ് ടേഴ്സറി റൂട്ട്. ആ പ്രൈമറി റൂട്ടിൽ നിന്ന് പിന്നീട് സെക്കൻഡറി റൂട്ടുകളും ടേഴ്സറി റൂട്ടുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാവുന്നത്. ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാകുന്ന പ്ലാന്റുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മസ്റ്റാർഡ് പ്ലാന്റ് ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് മസ്റ്റാർഡ് പ്ലാന്റിന്റെ റൂട്ട് കണ്ടോടെ. ഒരു മെയിൻ റൂട്ട് ഉണ്ട്, ഒരു ടാപ്പ് റൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈമറി റൂട്ട് ഉണ്ട്. പ്രൈമറി റൂട്ടിൽ നിന്ന് ധാരാളം ലാറ്ററൽ ആയിട്ട് ഉണ്ടാകുന്ന സെക്കൻഡറി റൂട്ടും ടെർഷറി റൂട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മസ്റ്റാർഡ് പ്ലാന്റ് ആണ്. ഇനി അതുപോലെ അടുത്ത റൂട്ട് സിസ്റ്റം ഉണ്ട് ഇൻ മോണോകോട്ടിലിഡനസ് പ്ലാന്റ്. മോണോകോട്ട് പ്ലാന്റുകളാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ the primary root is short lived. അവിടെ എന്തുണ്ട്? പ്രൈമറി റൂട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. റാഡിക്കലിന്റെ എലോങ്ങേഷൻ വഴി പ്രൈമറി റൂട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു മോണോകോട്ട് പ്ലാന്റിലും. പക്ഷേ ദ പ്രൈമറി റൂട്ട് ഈസ് ഷോർട്ട് ലീവ്ഡ്. ആ പ്രൈമറി റൂട്ട് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് റൂട്ട്സ്. ഈ പ്രൈമറി റൂട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വരുവടെ? പ്രൈമറി റൂട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വരും? ആ പ്രൈമറി റൂട്ട് പോയി, അതിന് പകരം ഒരു ഗ്രൂപ്പ് ഓഫ് റൂട്ട്സ് ഇവിടെ ഉണ്ടായി വരും. ഇത്തരം റൂട്ട് സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന റൂട്ട് സിസ്റ്റത്തെ, അതായത് റാഡിക്കൽ എലോങ്ങേറ്റ്സ് ആൻഡ് ഫോം പ്രൈമറി റൂട്ട്. ദ പ്രൈമറി റൂട്ട് ഈസ് ഷോർട്ട് ലീവ്ഡ്. പ്രൈമറി റൂട്ട് കുറച്ച് നാൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ലേറ്റർ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് റൂട്ട്. സച്ച് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഈസ് നോൺ ആസ്. ഇങ്ങനെ ഉണ്ടാകുന്ന റൂട്ട് സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മോണോകോട്ട് പ്ലാന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ടാപ്പ് റൂട്ട് സിസ്റ്റം ആരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്? ഡൈക്കോട്ട് പ്ലാന്റുകളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. മോണോകോട്ട് പ്ലാന്റുകളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഏതെന്ന് പറയുന്ന ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇനി അടുത്ത് നോക്കിയാടെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് വീറ്റ് പ്ലാന്റ് ആണ്. വീറ്റ് പ്ലാന്റ് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് മസ്റ്റാർഡ് പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് വീറ്റ് പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കട്ടെ. ഇൻ സം പ്ലാന്റ്സ് ലൈക്ക് ഗ്രാസ്, മോൺസ്റ്ററ, ബെനിയൻ ട്രീ. നമ്മൾ ഗ്രാസസ്, മോൺസ്റ്ററ, ബെനിയൻ ട്രീ മുതലായ ചെടികളൊക്കെ നോക്കുകയാണെങ്കിൽ ദേ ഫോംസ് റൂട്ട് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് അതർ ദാൻ റാഡിക്കൽ. റാഡിക്കൽ അല്ലാതെ പ്ലാന്റിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് റൂട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ബെനിയൻ ട്രീ, ആൽമരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ചില്ലകളിൽ നിന്നൊക്കെ റൂട്ട് താഴേക്ക് കിടക്കുന്ന കാണാം. ബ്രാഞ്ചസിൽ നിന്നൊക്കെ റൂട്ട് ഒറിജിനേറ്റ് ചെയ്യാം. അപ്പോൾ റാഡിക്കൽ അല്ലാതെ ഒരു പ്ലാന്റിന്റെ വേറെ ഏത് ഭാഗത്തു നിന്ന് റൂട്ട് ഉണ്ടായാലും സച്ച് ടൈപ്പ് ഓഫ് റൂട്ട്സ് ആർ കോൾഡ് അഡ്വന്റീഷ്യസ് റൂട്ട്സ്. അങ്ങനത്തെ റൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്വന്റീഷ്യസ് റൂട്ട്. നോക്ക്, ഇൻ സം പ്ലാന്റ്സ് ലൈക്ക് ഗ്രാസ്, മോൺസ്റ്റർ ആൻഡ് ബെനിയൻ ട്രീ റൂട്ട് എറൈസ് ഫ്രം പാർട്സ് ഓഫ് ദ പ്ലാന്റ് അതർ ദാൻ റാഡിക്കൽ. റാഡിക്കൽ അല്ലാതെ മറ്റേതെങ്കിലും ഒരു പ്ലാന്റിന്റെ പാർട്ടിൽ നിന്ന് റൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് റൂട്ട്സ് ആർ കോൾഡ് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. അപ്പൊ എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ദ റാഡിക്കൽ ഡയറക്ട്ലി എലോങ്ങേറ്റ്സ് ആൻഡ് ഫോം എ പ്രൈമറി റൂട്ട് ആൻഡ് പ്രൈമറി റൂട്ട് ഗീവ് റൈസ് ടു ലാറ്ററൽ റൂട്ട്സ് കോൾഡ് സെക്കൻഡറി റൂട്ട്, ടെർഷറി റൂട്ട്, എക്സെട്ര. സച്ച് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഈസ് കോൾഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം. കോമൺലി സീൻ ഇൻ മസ്റ്റാർഡ് പ്ലാന്റ് ഓർ ഡൈക്കോട്ട് പ്ലാന്റ്. ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ് അത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. എക്സെപ്ഷണലി സ്പെസിഫിക്കലി ആരെ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, മസ്റ്റാർഡ് പ്ലാന്റിനെ എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത നമ്മൾ എന്താ പഠിച്ചേ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. എന്താ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകത? ദ റാഡിക്കൽ ഗീവ് റൈസ് ടു പ്രൈമറി റൂട്ട്. ദ പ്രൈമറി റൂട്ട് ഈസ് ഷോർട്ട് ലീവ്ഡ്. ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ മെനി റൂട്ട്സ്, മെനി ഹെയർ ലൈക്ക് റൂട്ട്സ്. Such a type of root system is called fibrous root system. It is a characteristic feature of monocot plant. Example, wheat ആണ് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് അഡ്വന്റീഷ്യസ് റൂട്ട്? ദ റൂട്ട് ദാറ്റ് ഫോംഡ് ഇൻ പ്ലാന്റ് പാർട്സ് അതർ ദാൻ റാഡിക്കൽ. റാഡിക്കൽ അല്ലാതെ ഒരു പ്ലാന്റ് പാർട്ടിന്റെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്ന് റൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് റൂട്ട്സ് ആർ കോൾഡ് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. എക്സാമ്പിൾ ഏതൊക്കെയാണ്? മോൺസ്റ്ററ, ഗ്രാസസ്, ബെനിയൻ ട്രീ, ഇവയൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റൂട്ട്? റൂട്ടിന്റെ ജോലികൾ എന്തൊക്കെയാണ് നോക്കട്ടെ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റൂട്ട്? റൂട്ട് സിസ്റ്റം അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ഏറ്റവും ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇതാണ്. റൂട്ട് മണ്ണിൽ നിന്ന് എന്തൊക്കെ വലിച്ചെടുക്കും? വാട്ടറും മിനറൽസും വലിച്ചെടുക്കും. അതുപോലെ പ്രൊവൈഡിങ് പ്രോപ്പർ ആങ്കറേജ് ടു ദ പ്ലാന്റ് പാർട്സ്. പ്ലാന്റിന്റെ പാർട്സിന് എന്ത് കൊടുക്കും? കൃത്യമായ ആങ്കറേജ് കൊടുക്കും. എന്താ? മണ്ണിൽ ഉറപ്പിച്ചു വെക്കും. പ്ലാന്റിനെ കൃത്യമായി മണ്ണിൽ ഉറപ്പിച്ചു വെക്കും. അടുത്ത എന്താണ്? സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ആൻഡ് സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽ മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ്. എന്തുവാ? മരച്ചീനി പോലുള്ള പ്ലാന്റുകളൊക്കെ എടുത്ത് നോക്കി അതിന്റെ റൂട്ടിലാണ് അത് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാണ് പിന്നീട് നമ്മൾ എടുത്ത് കഴിക്കുന്ന മരച്ചീനി. ഓക്കെ, ഇനി സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്.
പലതരത്തിലുള്ള പ്ലാന്റ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് നാലാമത്തെ ഫംഗ്ഷൻ. ഇപ്പൊ എന്തൊക്കെയാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഉണ്ടാകുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന് എക്സാമ്പിൾ ആണ് ഓക്സിൻ ലോവർ ക്ലാസ്സസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, 10th പഠിച്ചിട്ടുണ്ട്. ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ ഇതെല്ലാം എന്താണ്? പ്ലാന്റ് ഹോർമോൺസ് ആണ്. അതിൽ ഓക്സിനെ നിർമ്മിക്കുന്നത് ആരാണ്? റൂട്ട്സ് ആണ്. അപ്പോൾ ഒന്ന് പറഞ്ഞ റൂട്ടിന്റെ ഫംഗ്ഷൻ ഒന്ന്, ദ റൂട്ട് ഹെൽപ്സ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ, ഇറ്റ് ഗീവ് പ്രോപ്പർ ആങ്കറേജ് ടു ദ പ്ലാന്റ് പാർട്സ് ആൻഡ് ഇറ്റ് സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽ and it produce certain plant growth regulators or plant hormones called auxins. Okay. ഇനി അടുത്ത നമുക്ക് പഠിക്കുന്നു മക്കളെ, റീജിയൻസ് ഓഫ് റൂട്ട്. ഒരു റൂട്ടിന് എത്ര റീജിയൻസ് ഉണ്ട്? ഒരു റൂട്ട് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ, ഒരു ലെൻസിന്റെ സഹായത്തോടു കൂടി ഒരു റൂട്ട് പരിശോധിച്ചാൽ ഒരു റൂട്ടിന് എത്ര റീജിയൻസ് ഉണ്ട്? ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഒരു റൂട്ടിന് പ്രധാനമായിട്ടും 3 റീജിയൻസ് ഉണ്ട്. ഏറ്റവും താഴെയുള്ള റീജിയനെ നമ്മൾ റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്നറിയപ്പെടും. എന്താണ്? ഏറ്റവും താഴെയുള്ള റീജിയനെ നമ്മൾ എന്തെന്നറിയപ്പെടും? റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഈ റീജിയണിന്റെ പ്രത്യേകത ഇനി അതിന്റെ മുകളിലുള്ള റീജിയനെ നമ്മൾ റീജിയൺ ഓഫ് ഇലോങ്ങേഷൻ എന്നും അതിന്റെ മുകളിലുള്ള റീജിയനെ നമ്മൾ റീജിയൺ ഓഫ് മെച്ചുറേഷൻ എന്നും അറിയപ്പെടും. നമുക്ക് റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ് ഏറ്റവും ടിപ്പിലുള്ളത്. അതിന്റെ മുകളിൽ റീജിയൺ ഓഫ് ഇലോങ്ങേഷൻ, അതിന്റെ മുകളിൽ റീജിയൺ ഓഫ് മെച്ചുറേഷൻ. ഇനി എന്താണ് റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ നോക്കടേ, റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, the cells of this region are very small, thin-walled and with dense protoplasm. They divide repeatedly. അവയ്ക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? റിപ്പീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. എവിടെയാണ്? റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലുള്ള സെല്ലുകൾക്ക്. അപ്പോൾ റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലുള്ള സെല്ലുകൾക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാ പറഞ്ഞേ? റിപ്പീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. കൂടാതെ ദ റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ. ഒരു കുമ്പിള് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ കൊണ്ട് ആരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്? റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് റൂട്ട് ക്യാപ്പ്. ആ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? റൂട്ട് ക്യാപ്പ്. അപ്പോൾ ഈ റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്തിരിക്കുന്ന റീജിയൻ ആ റൂട്ടിന്റെ, അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് റൂട്ട് ക്യാപ്പ്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ റൂട്ട് ഹാർഡായിട്ടുള്ള സോയിലിലൂടെ പെനട്രേറ്റ് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യരുത്? റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിക്ക് ഇഞ്ചുറി ഒന്നും പറ്റരുത്. അപ്പൊ റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? റൂട്ട് ക്യാപ്പിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിൽ കാണപ്പെടുന്ന സെല്ലുകൾ യങ് സെല്ലുകളാണ്. അവരെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഈ റൂട്ട് താഴേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെയുള്ള സെല്ലുകൾക്ക് പരിക്ക് പറ്റാതെ നോക്കുക, ഇഞ്ചുറീസ് പറ്റാതെ നോക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ. ഇനി റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിക്ക് മുകളിലുള്ള റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇലോങ്ങേറ്റഡ് സെല്ലുകളെയാണ്, നീളം കൂടിയുള്ള സെല്ലുകളെയാണ്. ആൻഡ് ദേ ഹെൽപ്സ് ഇൻ ദ ഇലോങ്ങേഷൻ ഓഫ് റൂട്ട്. റൂട്ടിന് നീളം വെക്കാനാണ് ഈ സെല്ലുകൾ സഹായിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ, ആ പേര് പോലെ തന്നെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഇലോങ്ങേഷൻ ഓഫ് റൂട്ട്. റൂട്ടിന് നീളം വെക്കാനാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ദ റീജിയൻ എബവ് ദ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ഈസ് കാൾഡ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് ഇലോങ്ങേഷന് മുകളിൽ കാണപ്പെടുന്ന റീജിയനെ നമ്മൾ എന്ത് വിളിക്കും? റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് വിളിക്കും. ഇൻ ദ റീജിയൻ ഓഫ് മെച്ചുറേഷൻ ദ സെൽ ഡിഫറൻസിയേഷൻ ടേക്സ് പ്ലേസ്. ഇവിടെ വെച്ചാണ് എന്ത് ഡിഫറൻസിയേഷൻ നടക്കുന്നത്? സെൽ ഡിഫറൻസിയേഷൻ നടക്കുന്നത് ഈ റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ വെച്ചാണ്. അതായത് ഇവിടെ ഈ മെരിസ്റ്റത്തിൽ നിന്ന് ഉണ്ടായി വീഴുന്ന സെല്ലുകൾ കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ ഫങ്ഷൻസ് ഉള്ള സെല്ലുകളായിട്ട് മാറുന്നത് എവിടെ വെച്ചാണ്? റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ വെച്ചാണ്. അപ്പോൾ റീജിയൻ ഓഫ് മെച്ചുറേഷൻ ഈസ് ദ സൈറ്റ് ഓഫ് സെൽ ഡിഫറൻസിയേഷൻ. സെല്ലിന്റെ ഡിഫറൻസിയേഷൻ നടക്കുന്ന സൈറ്റ് ആണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ആൻഡ് ദെയർ വി ക്യാൻ സീ ന്യൂമറസ് റൂട്ട് ഹെയർസ്. അവിടെ നമുക്ക് എന്ത് കാണാം? ഒരുപാടധികം റൂട്ട് ഹെയറുകളെ കാണാൻ പറ്റും. റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരുപാടധികം റൂട്ട് ഹെയറുകളെ കാണാൻ പറ്റും. ദിസ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഓക്കെ, ഈ കാര്യം വലുതാക്കി എഴുതിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലുള്ള സെല്ലുകൾക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവർ മെരിസ്റ്റങ്ങളാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ കാണാം. ദാറ്റ് ഈസ് കാൾഡ് റൂട്ട് ക്യാപ്പ്. ഇനി റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിക്ക് മുകളിൽ കാണുന്ന റീജിയനെ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയും. ആ റീജിയൻ ഓഫ് ഇലോങ്ങേഷനുള്ള സെല്ലുകൾ നീളം കൂടിയ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. ദേ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ റൂട്ട്. റൂട്ടിന്റെ ലെങ്ത് കൂടാനാണ് സഹായിക്കുന്നത്. ഇനി റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്തിനാണ് സഹായിക്കുന്നത്? സെൽ ഡിഫറൻസിയേഷൻ ആണ് സഹായിക്കുന്നത്. അവിടെ നമുക്ക് ധാരാളം എന്തിനെ കാണാൻ പറ്റും? റൂട്ട് ഹെയറുകളെ. ഇപ്പൊ റൂട്ട് ഹെയറുകൾ കാണപ്പെടുന്ന റൂട്ടിന്റെ റീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് പറയണം? റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആണ്. റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇനി നോക്കൂ മക്കളെ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ ഇത്രയും കാര്യങ്ങൾ. ഇനി സ്റ്റെം.
സ്റ്റെമ്മിനെ കുറിച്ചാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. നമുക്ക് പരീക്ഷ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വൃത്തിയായിട്ട് പഠിക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെല്ല ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. +1 NCERT എസെൻഷ്യൽ എന്ന് പറയുന്ന കോഴ്സിൽ ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ, വളരെ ബേസ് ലെവലിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നോക്കിയിടാം, സ്റ്റെമ്മിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സ്റ്റെം മക്കളെ, ഒരു സ്റ്റെം, ഒരു പ്ലാന്റിന്റെ സ്റ്റെം എടുക്കുകയാണെങ്കിൽ സ്റ്റെമ്മിൽ നമുക്ക് 2 റീജിയൻസ് കാണാൻ പറ്റും. സ്റ്റെമ്മിൽ എത്ര റീജിയൻസ് കാണാൻ പറ്റും? 2 റീജിയൻസ്. നോക്കടാ, ലീഫ് ഉണ്ടായി വരുന്ന ഒരു റീജിയനും ഉണ്ട്. സ്റ്റെമ്മിനകത്തുനിന്ന് എന്തുണ്ടായി വരുന്ന? ലീഫ് ഉണ്ടായി വരുന്ന ഒരു റീജിയനും ഉണ്ട്. അതിൻ്റെ ഇടയിലൊരു റീജിയനും ഉണ്ട് അല്ലേ? ഒരു സ്റ്റെമ്മിൽ നിന്നും ലീഫ് ഉണ്ടായി വരുന്ന റീജിയണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡുകൾ എന്ന് വിളിക്കും. ഒരു സ്റ്റെമ്മിൽ നിന്നും, അപ്പോൾ ഒരു സ്റ്റെമ്മിന് 2 പാർട്സ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സ്റ്റെമ്മിൽ നിന്നും ലീഫ് ഉണ്ടായി വരുന്ന സ്ഥലത്തെ നമ്മൾ എന്ത് വിളിക്കും? നോഡ്. ഇതൊരു നോഡാണ്, ഇത് അടുത്ത നോഡാണ്. കണ്ടോ? ഒരു സ്റ്റെമ്മിൽ നിന്നും ലീഫ് ഉണ്ടായി വരുന്ന സ്ഥലത്തെ പറയുന്ന പേര് നോഡ്. ഇനി അടുത്തടുത്തുള്ള 2 നോഡുകൾക്ക് ഇടയിൽ കണ്ട ഒരു സ്പേസ്, അടുത്തടുത്തുള്ള നോഡുകളുടെ ഇടയിൽ, അപ്പൊ ലീഫ് ഉണ്ട്, സ്റ്റെമ്മിൽ നിന്ന് ലീഫ് ഉണ്ടായി വരുന്ന സ്ഥലത്തെ നോഡ് എന്ന് വിളിക്കും. അടുത്തടുത്തുള്ള നോഡുകൾക്കിടയിലുള്ള സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ നോഡ് എന്ന് വിളിക്കും. അടുത്തടുത്തുള്ള നോഡുകൾക്കിടയിലുള്ള സ്പേസിനെ നമ്മൾ എന്ത് വിളിക്കും? ഇന്റർ നോഡ് എന്ന് വിളിക്കും. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റെം ബിയേഴ്സ് നോഡ്സ് ആൻഡ് ഇന്റർ നോഡ്സ്. എന്താ നോഡ്സ്? ദ റീജിയൻ ഓഫ് ദ സ്റ്റെം വെയർ ദ ലീഫ് ആർ ബോൺ ആർ കോൾഡ് നോഡ്സ്. ഏത് റീജിയൻ, സ്റ്റെമ്മിന്റെ ഏത് റീജിയനിൽ നിന്നാണോ ലീഫ് ഉണ്ടാകുന്നത്, ആ ലീഫ് ഉണ്ടായി വരുന്ന റീജിയനെയാണ് നമ്മൾ നോഡ് എന്ന് വിളിക്കുന്നത്. വൈൽ ദ ഇന്റർ നോഡ്സ് ആർ ദ പോർഷൻ ബിറ്റ്വീൻ 2 നോഡ്സ്. അടുത്തടുത്തുള്ള 2 നോഡുകളുടെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർ നോഡുകൾ എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റെമ്മിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് സ്റ്റെമ്മിനകത്ത് നമുക്ക് 2 തരം ബഡുകൾ കാണാം. ടെർമിനൽ ബഡും ആക്സിലറി ബഡും. ടെർമിനൽ ബഡും ആക്സിലറി ബഡും ഏതാണ്? ഒരു സ്റ്റെമ്മിന്റെ ഏറ്റവും ടിപ്പിൽ നിൽക്കുന്ന ബഡിനെ, ഈ ഭാഗത്ത് നിൽക്കുന്ന ബഡിനെ നമ്മൾ പറയുന്ന പേരാണ് ടെർമിനൽ ബഡ്. ഇനി ചില സ്റ്റെമ്മുകളിൽ എന്ത് വരാം? സൈഡിൽ ബഡ് ഉണ്ടാവാം. ഈ സൈഡുകളിൽ ബഡ് ഉണ്ടാവാം. ഇനി സൈഡിൽ ഉണ്ടാവുന്ന ബഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറി ബഡ്. എപ്പോഴും ഓർത്തിരിക്കണം. ഇനി ഒരു സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ എന്താണ്? നോക്ക്, the main function of the stem is spreading out branches and bearing leaf. സ്റ്റെമ്മിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പുറത്തേക്ക് ബ്രാഞ്ചസ് ഉണ്ടാക്കുക, അതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ലീഫുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. കൂടാതെ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, ഇതേ ബ്രാഞ്ചസിൽ നിന്ന് തന്നെ ഫ്ലവറുകളും ഫ്രൂട്ടുകളും ഉണ്ടാക്കുക. ഇതാണ് സ്റ്റെമ്മിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. സ്റ്റെമ്മിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് ബ്രാഞ്ചസ് ആൻഡ് ഇറ്റ് ബിയറിംഗ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ദെൻ ഇറ്റ് കണ്ടക്ട് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ഫോട്ടോസിന്തേറ്റ്സ്. ഇത് എന്തൊക്കെ കണ്ടക്ട് ചെയ്യും? വാട്ടറും മിനറൽസും ഫോട്ടോസിന്തേറ്റ്സും കണ്ടക്ട് ചെയ്യും. ഇറ്റ് കണ്ടക്ട്, കാരണം സൈലം ഫ്ലോയം പോലുള്ള വാസ്കുലാർ ടിഷ്യൂസ് ഒക്കെ കടന്നു പോകുന്നത് ഏത് വഴിയാണ്? സ്റ്റെമ്മ് വഴിയാണ്. അപ്പോൾ നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും ഇറ്റ് കണ്ടക്ട് വാട്ടർ, മിനറൽസ് ആൻഡ് ഫോട്ടോസിന്തേറ്റ്സ്. വാട്ടറിനെയും മിനറൽസിനെയും പലതരത്തിലുള്ള ഫോട്ടോസിന്തേറ്റ്സ്, എന്താണ്? ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാകുന്ന ഫുഡ് മെറ്റീരിയൽസിനെയും ഒക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ഏത് വഴിയാണ്? സ്റ്റെമ്മുകൾ വഴിയാണ്. ആൻഡ് സം സ്റ്റെം പെർഫോം ഫംഗ്ഷൻ ഓഫ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ചില സ്റ്റെമ്മുകൾ എന്ത് ചെയ്യും? ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കരിമ്പൊക്കെ നോക്കുകയാണെങ്കിൽ കരിമ്പിന്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? സ്റ്റെമ്മിലാണ്. ആൻഡ് സപ്പോർട്ട്, ചില സ്റ്റെമ്മുകൾ സപ്പോർട്ട് കൊടുക്കും. പ്രൊട്ടക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെം എന്തിനും സഹായിക്കാറുണ്ട്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതോടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും വെജിറ്റേറ്റീവ് ഓർഗനിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമുക്കറിയാം സാധാരണ ഒരു ആൻജിയോസ്പേം പ്ലാന്റ് ആണെങ്കിൽ സീഡിലൂടെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില ചെടികളുടെ കമ്പ് വെട്ടിക്കൊണ്ട് വെച്ചാൽ കിളിക്കത്തില്ലേടെ? ഇപ്പോൾ റോസാ ചെടിയുടെ സ്റ്റെമ്മ് നിങ്ങൾ വെട്ടിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയൊരു ചെടി ഉണ്ടാവും. ദാറ്റ് ഈസ് കാൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് കോമൺലി സീൻ ഇൻ റോസ് പ്ലാന്റ്. റോസ് പ്ലാന്റിലൊക്കെ നമുക്ക് വെജിറ്റേറ്റീവ് ടപ്പിയൊക്കെ അതിനകത്തൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കാണാൻ പറ്റും. ദാറ്റ് ഈസ് അനദർ ഫംഗ്ഷൻ ഓഫ് സ്റ്റെം. സ്റ്റെമ്മിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ സ്റ്റെമ്മിന്റെ ജോലികൾ എന്തൊക്കെയാ പറഞ്ഞേ? സ്റ്റെം സ്പ്രെഡ് ഔട്ട് ബ്രാഞ്ചസ് ആൻഡ് ഇറ്റ് ബിയേഴ്സ് ലീവ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. ആൻഡ് ഇറ്റ് കണ്ടക്ട് വാട്ടർ ആൻഡ് മിനറൽസ് ത്രൂ ദ സൈലം ആൻഡ് ഫ്ലോയം. സ്റ്റെമ്മിൽ കാണപ്പെടുന്ന സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും വാട്ടർ മിനറൽസും ഒക്കെ കണ്ടക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഫോട്ടോസിന്തേറ്റ്സ്, ഫോട്ടോസിന്തസിലൂടെ ഉണ്ടാകുന്ന ഫുഡ് മെറ്റീരിയൽസിനെ അത് കണ്ടക്ട് ചെയ്യും. ആൻഡ് സം സ്റ്റെം പെർഫോം സ്റ്റോറേജ് ഓഫ് ഫുഡ് ആൻഡ് സപ്പോർട്ട്.
and they also helps in vegetative propagation. മക്കളെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് ഓർഗൻ ആരാണ്? ലീഫ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചു? റൂട്ട് പഠിച്ചു, സ്റ്റെം പഠിച്ചു. ഇനി ലീഫ് ആണ്. എന്താണ് ലീഫ്? The leaf is a lateral, generally flattened structure born on the stem. സ്റ്റെമ്മിനകത്തുണ്ടാകുന്ന ലാറ്ററൽ ആയി ഉണ്ടാകുന്ന, സ്റ്റെമ്മിന്റെ സൈഡിലാണ് ഉണ്ടാകുന്നത് അല്ലെ, ലാറ്ററൽ പൊസിഷനിൽ ഉണ്ടാകുന്ന ഫ്ലാറ്റൻഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലീഫ് എന്ന് വിളിക്കുന്നത്. സ്റ്റെമ്മിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ലീഫ് ഉണ്ടാവുന്നത്? നോഡുകളിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ലീഫ് ഉണ്ടാവുന്നത്. നമ്മൾ ഈ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ബാക്കി ഒരു പോയിന്റുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. അപ്പോ നോക്ക്, ലീവ്സ് ഒറിജിനേറ്റ് ഫ്രം ദ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ അക്രോപീറ്റൽ ഓർഡർ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്കിന് ചോദിക്കുക നമ്മുടെ അടുത്ത്. ലീഫുകൾ സ്റ്റെമ്മിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാ? അക്രോപീറ്റൽ ഓർഡറിലാണ്. എന്ന് വെച്ചാൽ യങ്ങർ ലീവ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ടിപ്പ് ആൻഡ് ഓൾഡർ ലീവ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ബേസ്. നമ്മളൊരു സ്റ്റെം എടുത്ത് നോക്കുമ്പോഴേടാ, ഒരു സ്റ്റെം എടുത്ത് നോക്കുമ്പോൾ ഈ സ്റ്റെമ്മിന്റെ താഴെയായിട്ട് ഓൾഡർ ലീഫ് ആയിരിക്കത്തില്ലേ? താഴെ ഇരിക്കുന്ന ഓർഡർ ലീഫ് ആയിരിക്കത്തില്ലേ? മുകളിലോട്ട് പോകുന്തോറും എന്തായിക്കൊണ്ടിരിക്കും? യങ്ങർ ലീഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പോ വാട്ട് ഈസ് അക്രോപീറ്റൽ ഓർഡർ? ഒരു സാധനത്തെ അക്രോപീറ്റലി അറേഞ്ച് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലീഫിനെ അക്രോപീറ്റലി അറേഞ്ച് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? യങ്ങർ ലീവ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ടിപ്പ് ആൻഡ് ഓൾഡർ ലീവ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ബേസ്. ഒരു സ്റ്റെമ്മിന്റെ ടിപ്പിൽ കാണപ്പെടുന്നത് യങ്ങർ ലീഫുകളും ആയിരിക്കും, സ്റ്റെമ്മിന്റെ ലോവർ പാർട്ടിൽ താഴെ കാണപ്പെടുന്നത് എന്തുമായിരിക്കും? ഓൾഡർ ലീഫുകളും ആയിരിക്കും. ആൻഡ് they are the most important vegetative organs for photosynthesis. അപ്പോൾ ഒരു പ്ലാന്റിനെ ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് ഓർഗൻ ആണ് ആരെന്ന് പറയുന്നത്? ലീഫ് എന്ന് പറയുന്നത്. ദെൻ എ ടിപ്പിക്കൽ ലീഫ് കൺസിസ്റ്റ് ഓഫ് 3 regions. ഒരു ടിപ്പിക്കൽ ലീഫിന് 3 regions ഉണ്ട്. ഒരു ടിപ്പിക്കൽ ലീഫിന് എത്ര റീജിയൻസ് ഉണ്ട്? 3 regions ഉണ്ട്. ദ ഫസ്റ്റ് റീജിയൻ ഈസ് കാൾഡ്, ഒന്നാമത്തെ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഫിന്റെ ബേസ്. ലീഫും സ്റ്റെമ്മുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഫ് ബേസ്. ലീഫിന്റെ ബേസ്. ഈ ലീഫ് ബേസിനെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് പഠിക്കാം. ഇനി ഈ ലീഫിന്റെ ഈ സ്റ്റോക്ക് കണ്ടോ? ലീഫിന്റെ ഒരു പിടി, ലീഫിന്റെ തണ്ട്, ഇലയുടെ തണ്ടെന്ന് നമ്മൾ പറയൂലേ, ലീഫിന്റെ ഈ സ്റ്റോക്കിന് നമ്മൾ പറയുന്ന പേരാണ് പീറ്റിയോൾ എന്ന് വിളിക്കും. ലീഫിന്റെ സ്റ്റോക്കിനെ നമ്മൾ എന്ത് വിളിക്കും? പീറ്റിയോൾ. ഇനി ഈ ലീഫിന്റെ ഈ ബ്രോഡ് റീജിയനെ, ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ഈ ബ്രോഡ് റീജിയനെ നമ്മൾ ലീഫിന്റെ ലാമിന അല്ലെങ്കിൽ ലീഫിന്റെ ബ്ലേഡ് എന്ന് വിളിക്കും. ലീഫ് ലാമിന അല്ലെങ്കിൽ എന്ത് വിളിക്കും? ലീഫ് ബ്ലേഡ്. ഇപ്പൊ ഒന്ന് പറയട്ടെ, എ ടിപ്പിക്കൽ ആൻജിയോസ്പേം ലീഫ് കൺസിസ്റ്റ് ഓഫ് 3 regions: ലീഫ് ബേസ്, പീറ്റിയോള്, ലാമിന അല്ലെങ്കിൽ ബ്ലേഡ്. ലീഫ് ബേസ് ഉണ്ട്, പീറ്റിയോൾ ഉണ്ട്, ലാമിന അല്ലെങ്കിൽ ബ്ലേഡ് ഉണ്ട്. നോക്ക്, എ ടിപ്പിക്കൽ ലീഫ് കൺസിസ്റ്റ് ഓഫ് 3 main parts: ലീഫ് ബേസ്, പീറ്റിയോൾ ആൻഡ് ലാമിന. The leaf is attached to the stem by the leaf base. ലീഫിനെ സ്റ്റെമ്മുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ആരെന്ന് പറയുന്നത്? ലീഫിന്റെ ബേസ് എന്ന് പറയുന്നത്. And may bear 2 lateral small leaf-like structures called stipules. എന്താ മക്കളെ പറഞ്ഞേ? ഈ ലീഫ് ബേസിൽ നമുക്ക് ചെറിയ 2 ലീഫ്-ലൈക്ക്, റെഡ്യൂസ്ഡ് ലീഫ്-ലൈക്ക് സ്ട്രക്ചറിനെ കാണാം. ശ്രദ്ധിച്ച് കേൾക്കണേ, ലീഫ് ബേസുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ലീഫിനെ സ്റ്റെമ്മുമായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീഫ് ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ലീഫ് ബേസിൽ നമുക്ക് ചെറിയ 2 റെഡ്യൂസ്ഡ് ലീഫുകളെ കാണാൻ പറ്റും. കണ്ടോടെ, ചെറിയ 2 റെഡ്യൂസ്ഡ്, ഒന്ന് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാ ഇങ്ങനെ 2 റെഡ്യൂസ്ഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റിപ്യൂൾ. ആ റെഡ്യൂസ്ഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റിപ്യൂൾസ് എന്ന് വിളിക്കുന്നത്. സ്റ്റിപ്യൂൾ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കിയേ, ഇൻ മോണോകോട്ടിലിഡൻസ്, മോണോകോട്ട് പ്ലാന്റുകളിൽ നോക്കിയാൽ, ഗ്രാസസ് ഒക്കെ പോലുള്ള മോണോകോട്ട് പ്ലാന്റുകളിൽ നോക്കിയാൽ, ദ ലീഫ് ബേസ് എക്സ്പാൻഡ് ഇൻടു എ ഷീത്ത്. ലീഫ് ബേസ് എക്സ്പാൻഡ് ചെയ്ത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഷീത്ത് കവറിംഗ് ദ സ്റ്റെം പാർഷ്യലി ഓർ ഹോളി. കണ്ടോ മക്കളെ, ഇങ്ങനെ നമ്മൾ ലീഫ് നോക്കുമ്പോഴേ ഇതിന്റെ ഈ ലീഫ് ബേസ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ഫോം ചെയ്ത് ഈ സ്റ്റെമ്മിനെ എന്ത് ചെയ്യും? പാർഷ്യലി, ഭാഗികമായോ പൂർണ്ണമായോ എന്ത് ചെയ്യും? കവർ ചെയ്യും. കണ്ട് ഇവിടെ നോക്കി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. അതെ, ഇതൊരു പുല്ലാണ്, ഇത് ഈ പുല്ലിന്റെ എന്താണ്? സ്റ്റെമ്മാണ്. ആ സ്റ്റെമ്മിന്റെ ചുറ്റുമായിട്ട് കണ്ടോ ഒരു ഷീത്ത് ഫോം ചെയ്തിരിക്കുന്ന കണ്ടോ ലീഫ് ബേസ്. അപ്പോ ചില പ്ലാന്റുകളിൽ, അതായത് എക്സ്പെഷ്യലി ഏത് പ്ലാന്റിൽ? മോണോകോട്ട് പ്ലാന്റ്സിൽ, മോണോകോട്ടിലിഡനസ് പ്ലാന്റുകളിൽ ദ ലീഫ് ബേസ് ഫോംസ് എ ഷീത്ത് അറൌണ്ട് ദ സ്റ്റെം ദാറ്റ് കവേഴ്സ് ദ സ്റ്റെം പാർഷ്യലി ഓർ ഹോളി. മോണോകോട്ട് പ്ലാന്റുകളിൽ ലീഫ് ബേസ് എന്ത് ഫോം ചെയ്യും? ഒരു ഷീത്ത് ഫോം ചെയ്യും. അത് സ്റ്റെമ്മിനെ പാർഷ്യലായിട്ടോ ഫുള്ളായിട്ടോ എന്ത് ചെയ്യും? കവർ ചെയ്യും. ദെൻ in some leguminous plants,
ചില ലെഗുമിനസ് പ്ലാന്റ്സിൽ ദ ലീഫ് ബേസ് മേ ബിക്കം സ്വളൺ വിച്ച് ഈസ് കാൾഡ് പൾവിനസ്. എന്താ പറഞ്ഞത്? ചില ലെഗുമിനസ് പ്ലാന്റുകളിൽ പയർവർഗത്തിൽപ്പെട്ട ചില ചെടികളിൽ ലീഫ് ബേസ് ഒരൽപ്പം സ്വള്ളണായിരിക്കും. കണ്ടോ മക്കളെ, ഇത് ലീഫ് ബേസ് ആണ്. ലീഫ് ബേസ് ഒരൽപ്പം എങ്ങനെ ഇരിക്കും? സ്വള്ളണായിട്ടിരിക്കും. ലീഫ് ഇതാ ഇവിടെ ഇരിക്കും. ഈ ലീഫ് ബേസ് ഒരു അല്പം സ്വള്ളൺ, ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ലീഫിന്റെ ആ താഴ്ഭാഗം കുറച്ച് വീർത്തിരിക്കും, സ്വള്ളൺ. ദാറ്റ് ഈസ് കാൾഡ് പൾവിനസ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പൾവിനസ്. അപ്പൊ നമ്മൾ 3 പോയിന്റുകൾ പഠിച്ചു. എന്തൊക്കെയാ? ലീഫ് ബേസിൽ കാണപ്പെടുന്ന റെഡ്യൂസ്ഡ് ലീഫ് ലൈക്ക് ടു റെഡ്യൂസ്ഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇൻ ദ ലീഫ് ബേസ് ഈസ് കാൾഡ്. ലീഫ് ബേസിൽ കാണപ്പെടുന്ന 2 റെഡ്യൂസ്ഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റിപ്യൂൾ. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു ലീഫ് ബേസ്, മോണോകോട്ട് പ്ലാന്റുകളുടെ ലീഫ് ബേസിൽ കാണപ്പെടുന്ന ഒരു ഷീത്ത് ഉണ്ട്. ആ ഷീത്ത് ആ സ്റ്റെമ്മിനെ എന്ത് ചെയ്യും? പാർഷ്യൽ ആയിട്ടോ ഹോൾ ആയിട്ടോ കവർ ചെയ്യും. അതുപോലെ തന്നെ ലെഗുമിനസ് പ്ലാന്റ്സിന്റെ ലീഫ് ബേസിൽ കാണപ്പെടുന്ന ഒരു സ്വള്ളൺ സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത് പൾവിനസ്. ഇനി ദ പീറ്റിയോൾ ഹെൽപ്സ് ടു ഹോൾഡ് ദ ബ്ലേഡ് ടു ലൈറ്റ്. അതായത് ലീഫിന്റെ ബ്ലേഡിനെ ലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്ത് വെക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അടുത്ത റീജിയൻ ആണ്. ആരാണ്? പീറ്റിയോൾ ആണ്. പീറ്റിയോൾ, ലീഫിന്റെ ആ ഒരു തണ്ടാണ് പീറ്റിയോൾ. നോക്ക്, long thin flexible petiole allow the leaf blades to flutter in wind, thereby cooling the leaf and bringing fresh air to the leaf surface. എന്താ പറഞ്ഞത്? ഈ വളരെ നീളം കൂടിയ പീറ്റിയോളുകൾ ലീഫിനെ നന്നായിട്ട് ഇങ്ങനെ ഫ്ലട്ടർ ചെയ്യാൻ, കാറ്റത്ത് ഇങ്ങനെ അനങ്ങാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ അനങ്ങുന്നത് മൂലം സൺലൈറ്റ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫ്രഷ് എയർ ലീഫിന്റെ അടുത്തേക്ക് വരാനും ഒക്കെ ആര് സഹായിക്കും? പീറ്റിയോൾ ഹെൽപ്പ് ചെയ്യും. ഇനി നോക്കിയേ, the lamina or the leaf blade is the green expanded part of the leaf with veins and veinlets. നോക്കൂ മക്കളെ, ഇനി ലീഫിന്റെ 3ാമത്തെ റീജിയൺ എന്ന് പറഞ്ഞാൽ, 3rd റീജിയൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ലാമിനയാണ്. അപ്പൊ ലാമിനയിൽ നമുക്ക് എന്ത് കാണാം? വെയിൻസും വെയിൻലെറ്റ്സും ഒക്കെ കാണാൻ പറ്റും. അതിൽ തന്നെ ഒരു മിഡിൽ പ്രോമിനന്റ് വെയിൻ കാണാൻ പറ്റും. അത് മോണോകോട്ട് ലീഫിലും കാണാൻ പറ്റും, ഡൈക്കോട്ട് ലീഫിലും കാണാൻ പറ്റും. ഒരു നടുക്ക് ഒരു പ്രോമിനന്റ് വെയിൻ കാണാൻ പറ്റും. ദാറ്റ് ഈസ് കാൾഡ് മിഡ്രിബ്. നമ്മുടെ ഒരു ലീഫ് വരയ്ക്കുന്ന സമയത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, നടുക്കുകൂടാണ് നമ്മൾ വലിയൊരു വെയിൻ ഇങ്ങനെ വരയ്ക്കും. ഈ വെയിനിനെ നമ്മൾ പറയുന്ന പേരാണ് മിഡ്രിബ് എന്ന് പറയും. ഈ വലിയ വെയിനിനെ നമ്മൾ പറയുന്ന പേരാണ് മിഡ്രിബ്. ഇന്ന് നോക്കിയ മക്കളെ, ഇനി അധികം കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിക്കാനില്ല. 3 റീജിയൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലീഫ് ബേസ്, സ്റ്റിപ്യൂള്, പീറ്റിയോള്, ലീഫ് ലാമിന, അതേപോലെ തന്നെ ആക്സിലറി ബഡ്. ലീഫിന്റെ ആക്സിലിൽ നിന്നുണ്ടാകുന്ന ബഡിനെ പറയുന്ന പേരാണ് ആക്സിലറി ബഡ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി എന്താണ് വീനേഷൻ? പരീക്ഷയ്ക്ക് നമുക്ക് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത് വീനേഷൻ. വാട്ട് ഈസ് വീനേഷൻ? എന്താണ് വീനേഷൻ? നോക്ക് മക്കളെ, the arrangement of veins and veinlets in the lamina of leaf is termed as venation. ഒരു ലീഫിന്റെ ലാമിനയിൽ വെയിൻസും വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വീനേഷൻ എന്ന് വിളിക്കുന്നത്. വാട്ട് യു മീൻ ബൈ വീനേഷൻ? ദ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദ ലീഫ് ലാമിന. ലീഫ് ലാമിനയിൽ വെയിൻസും വെയിൻലെറ്റ്സും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഇതാണ് എന്ത്? വീനേഷൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും 2 ടൈപ്പ് വീനേഷൻ ഉണ്ട്. പ്രധാനമായിട്ടും എത്ര തരം വീനേഷൻ ഉണ്ട്? 2 തരം വീനേഷൻ. നമ്മളൊരു ഡൈക്കോട്ട് പ്ലാന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ, നമ്മളൊരു ഡൈക്കോട്ട് പ്ലാന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ വീനേഷൻ കാണാൻ നടുക്കൂടെ ഒരു മിഡ്രിബ് കാണും. അതിൽ നിന്ന് ധാരാളം ലാറ്ററൽ വെയിൻസ് ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഈ വെയിനുകളിൽ നിന്ന് വീണ്ടും അതിന്റെ വെയിനുകൾ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഈ വെയിൻസും വെയിൻലെറ്റ്സും എല്ലാം കൂടെ ചേർന്ന് ലീഫിനകത്ത് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. ലീഫിനുള്ളിൽ എന്ത് ഫോം ചെയ്യും? ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ വീനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ദിസ് ടൈപ്പ് ഓഫ് വീനേഷൻ ഈസ് കോൾഡ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. ഇങ്ങനത്തെ വീനേഷനെ നമ്മൾ എന്ത് വിളിക്കും? റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് വിളിക്കും. അപ്പോ ഇഫ് ദ വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഫോം എ നെറ്റ്വർക്ക്, വെയിൻസും വെയിൻലെറ്റ്സും കൂടെ ലീഫിനകത്ത് എന്ത് ഫോം ചെയ്യുമെങ്കിൽ? ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുമെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് വീനേഷൻ ഈസ് ടേംഡ് ആസ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. അങ്ങനത്തെ വീനേഷനെ നമ്മൾ പറയുന്ന പേരാണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. ആൻഡ് ഇനി അപ്പൊ ഇത് ആരുടെ പ്രത്യേകതയാണെന്നാ പറഞ്ഞേ? റെട്ടിക്കുലേറ്റ് വീനേഷൻ ഈസ് എ ക്യാരക്ടർ ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്. ഡൈക്കോട്ട് പ്ലാന്റുകളുടെ ഒരു ക്യാരക്ടറാണ് ആരെന്ന് പറയുന്നത്? റെട്ടിക്കുലേറ്റ് വീനേഷൻ. ഇനി അടുത്ത് നോക്കിയാലേ, ഒരു മോണോകോട്ട് ലീഫ് ഞാനിവിടെ വരയ്ക്കുക. ഒരു മോണോകോട്ട് ലീഫ്. ഒരു മോണോകോട്ട് ലീഫ് വരയ്ക്കുന്ന സമയത്തെ മക്കളെ ഇതാ നോക്കിക്കോണേ,
ഒരു മോണോകോട്ട് ലീഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോണോകോട്ട് ലീഫ്. ഈ മോണോകോട്ട് ലീഫിലാണെങ്കിൽ വെയിൻസും വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടായിരിക്കും. കണ്ടോ, വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ആർ അറേഞ്ച്ഡ് പാരലൽ ടു ഈച്ച് അതർ. വെയിൻസും വെയിൻലെറ്റ്സും പാരലൽ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ദിസ് ടൈപ്പ് ഓഫ് വീനേഷൻ ഈസ് ടേംഡ് ആസ് പാരലൽ വീനേഷൻ. ഇങ്ങനത്തെ വീനേഷനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? പാരലൽ വീനേഷൻ എന്ന് വിളിക്കും. നോക്ക്, വെൻ ദ വെയിൻസ് റൺ പാരലൽ ടു ഈച്ച് അതർ, വെയിനുകൾ പരസ്പരം പാരലൽ ആയിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വിത്തിൻ ദ ലാമിന ദ വീനേഷൻ ഈസ് ടേംഡ് ആസ് പാരലൽ വീനേഷൻ. അങ്ങനത്തെ വീനേഷനെ നമ്മൾ പറയുന്ന പേരാണ് പാരലൽ വീനേഷൻ. ഇനി ലീവ്സ് ഓഫ് ഡൈക്കോട്ടിലിനസ് പ്ലാന്റ് ജനറലി പൊസസ് റെട്ടിക്കുലേറ്റ് വീനേഷൻ, while parallel venation is a characteristics of monocot plant. അപ്പോൾ എന്താ പറഞ്ഞേ? ഡൈക്കോട്ട് പ്ലാന്റുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ, അതുപോലെ മോണോകോട്ട് പ്ലാന്റുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് പാരലൽ വീനേഷൻ. ഓക്കെ ആണ്. അപ്പോൾ വീനേഷൻ എന്തോന്ന് മനസ്സിലായേ? ഇപ്പൊ എന്തുവാ വീനേഷൻ? ദ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദ ലീഫ് ലാമിന ഈസ് കോൾഡ് വീനേഷൻ. അതായത് ലീഫിന്റെ ലാമിനയിൽ വെയിനും വെയിൻലെറ്റ്സും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വീനേഷൻ എന്ന് പറയുന്നത്. ആ വീനേഷൻ രണ്ട് തരത്തിലുണ്ട്, റെട്ടിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. എന്തുവാ റെട്ടിക്കുലേറ്റ് വീനേഷൻ? ഇഫ് ദ വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ എ ലീഫ് ലാമിന ആർ അറേഞ്ച്ഡ് ലൈക്ക് എ നെറ്റ്വർക്ക്. ഒരു ലീഫിന്റെ ലാമിനയിലെ വെയിൻസും വെയിൻലെറ്റ്സും ഒരു നെറ്റ്വർക്ക് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. ആൻഡ് ഇഫ് ദ വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ആർ അറേഞ്ച്ഡ് പാരലൽ ടു ഈച്ച് അതർ, വെയിൻസും വെയിൻലെറ്റ്സും പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് പാരലൽ വീനേഷൻ. അടുത്ത നോക്കിയോളെ, ടൈപ്സ് ഓഫ് ലീഫ്. ലീഫുകൾ എത്ര തരത്തിലുണ്ട്? ഓക്കെ, ലീഫുകൾ എത്ര തരത്തിലുണ്ട്? ശ്രദ്ധിച്ചു കേട്ടോണം. പ്രധാനമായിട്ടും ലീഫുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേനെ നമ്മൾ വിളിക്കും സിമ്പിൾ ലീഫ്. ഒന്നാമത്തേനെ നമ്മൾ എന്ത് വിളിക്കും? സിമ്പിൾ ലീവ്സ് എന്ന് പറയും. അപ്പൊ ലീഫുകളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ടൈപ്പ് ലീഫിനെ നമ്മൾ സിമ്പിൾ ലീവ്സ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ലീഫിനെ നമ്മൾ കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ലീഫിനെ നമ്മൾ എന്ത് വിളിക്കും? കോമ്പൗണ്ട് ലീവ്സ് എന്ന് വിളിക്കും. അപ്പൊ സിമ്പിൾ ലീവ്സും കോമ്പൗണ്ട് ലീഫ്. ഒരു പ്ലാന്റില് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ലീഫുകൾ കാണാം, സിമ്പിൾ ലീഫുകളും കോമ്പൗണ്ട് ലീഫുകളും. ഇനി ഈ കോമ്പൗണ്ട് ലീഫുകളെ വീണ്ടും നമുക്ക് എത്ര ആയിട്ട് തിരിക്കാമെന്ന് അറിയാവോ? രണ്ടായിട്ട് തിരിക്കാം. എ പിന്നേറ്റലി കോമ്പൗണ്ട് ലീഫ്. അതിൽ ഒന്നാമത്തേനെ നമ്മൾ എന്ത് വിളിക്കും? പിന്നേറ്റലി കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കും. പിന്നേറ്റലി കോമ്പൗണ്ട് ലീഫ്. ബി രണ്ടാമത്തേനെ നമ്മൾ പാമേറ്റലി കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കും. അപ്പോ ദ ലീവ്സ് ഇൻ ആൻജിയോസ്പേം ക്യാൻ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു. ആൻജിയോസ്പേമിലെ ലീഫുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം, സിമ്പിൾ ലീവ്സ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്. The compound leaves are of again can be classified into two. Compound ലീഫുകളെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ശ്രദ്ധിച്ച് കേൾക്കണം. If a leaf is said to be simple, നിങ്ങൾ ഒരു ലീഫിനെ എന്തെന്ന് വിളിക്കുന്നുവെങ്കിൽ? സിമ്പിൾ എന്ന് വിളിക്കുന്നുവെങ്കിൽ when its lamina is entire, ഒന്നുകിൽ അതിന്റെ ലാമിന എൻറ്റയർ ആയിരിക്കണം. മീൻസ് ലാമിനയിൽ ഒരു മടക്കുകളോ ചുളിവുകളോ ഒന്നും കാണരുത്. കണ്ടോ? എൻറ്റയർ മാർജിൻ ആയിരിക്കണം. ഇങ്ങനെ എൻറ്റയർ മാർജിൻ ആയിരിക്കണം. അല്ലെങ്കിൽ വെൻ ഇൻസൈസ്ഡ്, ചിലപ്പം ഇൻസിഷൻസ് കാണാം. മീൻസ് നോക്ക്, ചിലപ്പോ ഇങ്ങനെ ഇൻസിഷൻസ് കാണാം. ഇങ്ങനെ ഇൻസിഷൻസ് ഒക്കെ ചിലപ്പോ കാണാം. കണ്ടോ മക്കളെ? ഇങ്ങനെ ലീഫുകൾ കാണാലോ. ഇൻസിഷൻസ് ഉള്ള ലീഫ് എൻറ്റയർ ആയിട്ട് തന്നെ ഇരിക്കണമെന്നില്ല. ലീഫ് ഇൻസിഷൻസ് കാണാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ ഇൻസിഷൻസ് ഡു നോട്ട് ടച്ച് ദ മിഡ്രിബ്. ആ ഇൻസിഷൻസ് ഒരിക്കലും വന്ന് എവിടെ ടച്ച് ചെയ്യാൻ പാടില്ല? ഈ മിഡ്രിബിൽ കട്ട് ചെയ്യാൻ പാടില്ല, മിഡ്രിബിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ടച്ച് ചെയ്യപ്പെട്ടാൽ ദാറ്റ് ഈസ് നോട്ട് സിമ്പിൾ ലീഫ്. അതെന്തല്ല? സിമ്പിൾ ലീഫ് അല്ല. അപ്പൊ നിങ്ങളൊരു ലീഫിനെ എപ്പോഴാ സിമ്പിൾ ലീഫ് എന്ന് വിളിക്കുന്നത്? ഒന്നുകിൽ ദ ലാമിന ഓഫ് ദ ലീഫ് ഈസ് എൻറ്റയർ, ഒന്നുകിൽ അതിന്റെ ലാമിന എൻറ്റയർ ആയിരിക്കണം. ഓർ ഇഫ് ദ ഇൻസിഷൻസ് ആർ പ്രസന്റ്, അതിനകത്ത് എന്തുണ്ടെങ്കിൽ ഇൻസിഷൻസ് ഉണ്ടെങ്കിൽ ദ ഇൻസിഷൻസ് ഡു നോട്ട് ടച്ച് ദ മിഡ്രിബ്. ആ ഇൻസിഷൻസ് എവിടെ ടച്ച് ചെയ്യാൻ പാടില്ല? മിഡ്രിബിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അടുത്തത് നോക്കിയേ. when the incisions of the lamina reach up to the midrib and breaking into number of leaflets. ഇനിയിപ്പോ അഥവാ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻസിഷൻസ് മിഡ്രിബിനെ കട്ട് ചെയ്യാതിരിക്കുന്നില്ല, ഇൻസിഷൻസ് മിഡ്രിബിനെ കട്ട് ചെയ്യുകയും എന്നിട്ട് ബ്രേക്കിംഗ് ദ ലാമിന ഇൻടു ലീഫ്ലെറ്റ്സ്.
ആ ഒരു ലാമിനെ മൊത്തത്തിൽ ലീഫ്ലെറ്റുകളായിട്ട് തിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നോക്കൂ മക്കളെ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു PTOൾ നിൽക്കുന്നു, ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടെ ഒരു മിഡ്രിബ് ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഇൻസിഷൻസ് ഈ മിഡ്രിബിനെ കട്ട് ചെയ്ത് ഒരുപാട് ലീഫ്ലെറ്റ്സ് ആയിട്ട് മാറ്റുന്നു. ഇങ്ങനെ ഒരുപാട് ലീഫ്ലെറ്റ്സ് ആയിട്ട് മാറ്റുന്നു. അങ്ങനെ മാറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് കോമ്പൗണ്ട് ലീഫ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കും. കോമ്പൗണ്ട് ലീഫ്. നോക്കൂ മക്കളെ, അപ്പോ ഒരു ലീഫ് ഒന്നുകിൽ എൻറ്റയർ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഇൻസിഷൻസ് മിഡ്രിബിനെ കട്ട് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ടച്ച് ചെയ്തില്ലെങ്കിലോ അതിനെ നമ്മൾ സിമ്പിൾ ലീഫ് എന്ന് വിളിക്കും. എന്നാൽ ഒരു ലീഫിൽ കാണപ്പെടുന്ന ഇൻസിഷൻസ് അതിന്റെ മിഡ്രിബിനെ ബ്രേക്ക് ചെയ്ത് നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കും. ഇനി എപ്പോഴും ഓർക്കാം, ഈ കോമ്പൗണ്ട് ലീഫിൽ ഇപ്പൊ നമ്മൾ കറിവേപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കോമ്പൗണ്ട് ലീഫാണ്. കണ്ടോ, ഒരു കോമൺ ആക്സിസിനകത്ത് കുറെ ലീഫ്ലെറ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോടെ, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേകത പറയുകയാണ്, ഇതിന്റെ ഈ മെയിൻ PTOളിന്റെ താഴെ ചിലപ്പോൾ ബഡ് ഉണ്ടാവും. ഇതൊരു സ്റ്റെം ആണെങ്കിൽ ഈ സ്റ്റെമ്മിന്റെ ഈ ഭാഗത്തായിട്ട് എന്തുണ്ടാവും? ബഡ് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ലീഫ്ലെറ്റിന്റെ താഴെയായിട്ട് എന്ത് കാണത്തില്ല? ബഡ് കാണത്തില്ല. എപ്പോഴും ഈ മെയിൻ PTOളിന്റെ താഴെ മാത്രമേ ആക്സിലറി ബഡ് ഉണ്ടാവത്തുള്ളൂ. ലീഫ്ലെറ്റിന്റെ താഴെ എന്ത് കാണത്തില്ല? ആക്സിലറി ബഡ് കാണത്തില്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എ ബഡ് ഈസ് പ്രസന്റ് ഇൻ ദ ആക്സിൽ ഓഫ് PTOൾ. PTOളിന്റെ ആക്സിലിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ബഡ് കാണാം. But in both simple and compound leaf, but not in the axil of leaflets. Leaflets in the axil നമുക്ക് എന്ത് കാണാൻ കഴിയില്ല? ആക്സിലറി ബഡിനെ കാണാൻ കഴിയില്ല. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നു മക്കളെ, കോമ്പൗണ്ട് ലീവ്സ് മേ ബി ഓഫ് 2 types. കോമ്പൗണ്ട് ലീഫുകൾ വീണ്ടും 2 തരത്തിലുണ്ട്. ഏതൊക്കെയാ? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. അപ്പൊ എന്താണ് ഈ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, എന്താണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്? അതാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിൾ ആയിട്ട് നീം തന്നിട്ടുണ്ട്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിൾ ആയിട്ട് സിൽക്ക് കോട്ടൺ തന്നിട്ടുണ്ട്. ഇതാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, ഇതാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇവിടെ നോക്കിയേ, എന്താണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്? ഇൻ എ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ പ്രസന്റ് ഓൺ എ കോമൺ ആക്സിസ്, ദ റാച്ചസ് വിച്ച് റെപ്രസെന്റ് ദ മിഡ്രിബ് ഓഫ് ദ ലീഫ് ആസ് ഇൻ നീം. എന്താ പറഞ്ഞത്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ കോമൺ ആക്സിസ്. കുറെ അധികം ലീഫ്ലെറ്റുകളെ എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു? ഒരു കോമൺ ആക്സിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ കോമൺ ആക്സിസ്. ദിസ് കോമൺ ആക്സിസ് ഈസ് നോൺ ആസ് റാച്ചസ്. ഈ കോമൺ ആക്സിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റാച്ചസ്. ഇറ്റ് റെപ്രസെന്റ് ദ മിഡ്രിബ് ഓഫ് ദ ലീഫ്. ഇതാണ് ഇവിടെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ലീഫിന്റെ മിഡ്രിബിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു മെയിൻ വെയിൻ എല്ലാ ലീഫിന്റെയും ലാമിനയിൽ ഉണ്ടാവും. അതിനെ നമ്മൾ മിഡ്രിബ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മിഡ്രിബിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞ്, എന്താണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്? എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ കോമൺ ആക്സിസ് കോൾഡ് റാച്ചസ്. ഒരു നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ഒരു കോമൺ ആക്സിസിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? റാച്ചസ് എന്ന് വിളിക്കും. അപ്പൊ ആ റാച്ചസിന്റെ ഇരുവശത്തുമായിട്ട് ചെറിയ ലീഫുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്ത് നോക്കിയേ, എന്താണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്? In palmately compound leaf, the leaflets are attached at a common point. ലീഫ്ലെറ്റുകൾ എല്ലാം കൂടെ ഒന്ന് എവിടെ ആയിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഒരു കോമൺ പോയിന്റിലായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. The leaflets are attached at a common point. The leaflets are attached at a common point. ലീഫ്ലെറ്റുകൾ ഒരേ പോയിന്റിലായിരിക്കും, PTOളിന്റെ ടിപ്പിലുള്ള ഒരു പോയിന്റിലായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. നോക്ക്, ഇൻ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ദ ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് ടു എ കോമൺ പോയിന്റ് ദാറ്റ് ഈസ് ഇൻ ദ ടിപ്പ് ഓഫ് PTOൾ. ആ കോമൺ പോയിന്റ് എവിടെ ആയിരിക്കും? ഈ PTOളിന്റെ ടിപ്പിലായിരിക്കും. ശരിയല്ലേ മക്കളെ? ആസ് ഇൻ സിൽക്ക് കോട്ടൺ. ഏതാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? സിൽക്ക് കോട്ടൺ. അപ്പൊ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിൾ നീമും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിൾ സിൽക്ക് കോട്ടനുമാണ്. ഇനി അടുത്ത കാര്യം ഫില്ലോടാക്സി. എന്താണ് ഫില്ലോടാക്സി? അപ്പൊ എന്താണ് ഫില്ലോടാക്സി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഫില്ലോടാക്സി ഈസ് ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച്. സ്റ്റെമ്മിലോ ബ്രാഞ്ചിലോ ലീഫുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫില്ലോടാക്സി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫില്ലോടാക്സി ഈസ് ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച്. സ്റ്റെമ്മിലോ ബ്രാഞ്ചിലോ എങ്ങനെ ലീഫുകൾ അറേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫില്ലോടാക്സി എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് യൂഷ്വലി ഓഫ് 3 types. ഫില്ലോടാക്സി പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി, ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, വേൾഡ് ഫില്ലോടാക്സി. ഏതൊക്കെയാണ്?
The phyllotaxy are of three types. What are they? Alternate phyllotaxy, രണ്ട് opposite phyllotaxy, മൂന്ന് world phyllotaxy. വേൾഡ് ഫില്ലോടാക്സി. അപ്പൊ ഓൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി, ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, വേൾഡ് ഫില്ലോടാക്സി. ഒന്നുമില്ല, വളരെ ഈസിയാണ്. എടാ ഇങ്ങോട്ട് നോക്കിയേ, ഇതൊരു സ്റ്റെം. ഈ ഒരു സ്റ്റെമ്മിൽ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് ഉണ്ടാകുന്നു. തൊട്ടടുത്ത ലീഫ് അതിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മാനറിലാണ് ഉണ്ടാകുന്നത്. അടുത്ത നോഡിൽ നിന്ന് ഒരു ലീഫേ ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ അത് ഓൾട്ടർനേറ്റ് മാനറിലാണ്. അടുത്ത നോഡിൽ നിന്ന് ഒരു ലീഫേ ഉണ്ടാവുന്നുള്ളത് ഓൾട്ടർനേറ്റ് മാനറിലാണ്. നോക്ക്, in alternative type of phyllotaxy a single leaf arises at each node. ഓരോ നോഡിൽ നിന്ന് എത്ര ലീഫേ ഉണ്ടാവുന്നുള്ളൂ? ഒറ്റ ലീഫേ ഉണ്ടാവുന്നുള്ളൂ in alternate manner. പക്ഷെ അത് ഉണ്ടാകുന്നത് എങ്ങനെയാ? ഒന്നിവിടെ ആണെങ്കിൽ ഒന്നിവിടെ, അടുത്തത് ഇവിടെ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് മാനറിലാണ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ ആരാണ് പഠിക്കാനുള്ളത്? ചൈന റോസ്. ആരാണ് ചൈന റോസ്? ചെമ്പരത്തിയാണ്. മസ്റ്റാർഡ് കടുകാണ്. സൺഫ്ലവർ സൂര്യകാന്തിയാണ്. നോക്ക്, ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ. അപ്പൊ ഇവരുടെ മൂന്നുപേരുടെയും പ്രത്യേകത എന്താ? ദേ പൊസസ് എന്ത് ഫില്ലോടാക്സി? ഓൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി. ഇൻ ഓൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി എ സിംഗിൾ ലീഫ് അറൈസ് ഫ്രം ഈച്ച് നോഡ്. ഓരോ നോഡുകളിൽ നിന്നും ഒറ്റ ലീഫ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇൻ ആൻ ഓൾട്ടർനേറ്റ് മാനർ. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഓൾട്ടർനേറ്റ് മാനറിലാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഇൻ ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി, അടുത്ത പറഞ്ഞിരിക്കുന്ന ഏത് ടൈപ്പിനെ കുറിച്ചാണ്? ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി. എന്താ ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി? എ പെയർ ഓഫ് ലീഫ് arises at each node. ഓരോ നോഡുകളിൽ നിന്ന് ഒരു പെയർ ലീഫ് ഉണ്ടാവും. നോക്കിക്കോണേ, ഒരു നോഡിൽ നിന്ന് ഒരു പെയർ ലീഫ്, ബട്ട് ദേ ആർ അറേഞ്ച്ഡ് ഓപ്പോസിറ്റ്ലി. ഈ രണ്ട് ലീഫുകളും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓപ്പോസിറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോടെ, ഒരു നോഡിൽ നിന്ന് രണ്ട് ലീഫുകൾ ഉണ്ടാവും. ആ രണ്ട് ലീഫുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻ ഓപ്പോസിറ്റ് ടൈപ്പ് എ പെയർ ഓഫ് ലീഫ് അറൈസ് അറ്റ് ഈച്ച് നോഡ് ആൻഡ് ലൈ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓരോന്നും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആസ് ഇൻ കലോട്രോപ്പിസ് ആൻഡ് ഗ്വാവ പ്ലാന്റ്സ്. ഏതിലൊക്കെയാണ്? കലോട്രോപ്പിസിലും ഗ്വാവ പ്ലാന്റിലും. കലോട്രോപ്പിസ് എന്ന് പറഞ്ഞാൽ എരുക്കാണ് കേട്ടോ. എരുക്കും അതേപോലെ തന്നെ ഗ്വാവ ആരാണ്? പേരമരവും. ഇതിനകത്തൊക്കെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഓപ്പോസിറ്റ് ഫില്ലോടാക്സിയാണ് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത ഫില്ലോടാക്സി, if more than two leaf arise at a node and form a whorl. നോക്കട്ടെ, ഒരു സ്റ്റെം ഞാൻ വരയ്ക്കുന്നു. ഈ സ്റ്റെമ്മിലെ ഒരു നോഡിൽ നിന്ന് രണ്ടിൽ കൂടുതൽ ലീഫുകൾ ഉണ്ടാവുന്നു. അതേ നോക്ക്, കുറേ അധികം ലീഫുകൾ ഒരേ നോഡിൽ നിന്നുണ്ടാവുകയാണ്. കുറേ അധികം ലീഫുകൾ എവിടെ നിന്നുണ്ടാവുകയാണ്? ഒരേ നോഡിൽ നിന്നും ഉണ്ടാവുകയാണ്. കണ്ടോടെ, ഒരേ നോഡിൽ നിന്നും കുറേ അധികം ലീഫുകൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഉണ്ടായി ഓരോ വേളായിട്ട് മാറുകയാണെങ്കിൽ, എന്താ വേള്? ഓരോ ചുറ്റായിട്ട് മാറുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് വേൾഡ് ഫില്ലോടാക്സി. അപ്പൊ എന്താ? ഇഫ് മോർ ദാൻ ടു ലീഫ് അറൈസ് അറ്റ് നോഡ് ആൻഡ് ഫോംസ് എ വേൾഡ്. രണ്ടിൽ കൂടുതൽ ലീഫുകൾ ഒരു വേൾഡിനകത്ത് ഉണ്ടാവുകയും ഒരു നോഡിനകത്ത് ഉണ്ടാവുകയും അത് എന്തായിട്ട് ഫോം ചെയ്യുകയും ചെയ്യും? ഒരു വേളായിട്ട് ഫോം ചെയ്യുകയും ചെയ്യും. എക്സാമ്പിൾ ഇൻ ആൾസ്റ്റോണിയ. അപ്പൊ എക്സാമ്പിളുകൾ പ്രത്യേകം എഴുതി വെച്ചോണം. ഓൾട്ടർനേറ്റീവ് ഫില്ലോടാക്സിയുടെ എക്സാമ്പിൾ ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഫില്ലോടാക്സിയുടെ എക്സാമ്പിൾ ഗ്വാവ പ്ലാന്റും അതേപോലെ കലോട്രോപ്പിസ് എരുക്കും. അതേപോലെ തന്നെ വേൾഡ് ഫില്ലോടാക്സിയുടെ എക്സാമ്പിൾ ആൾസ്റ്റോണിയ അഥവാ ഏഴിലംപാല. ഏഴിലംപാല നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നോഡിനകത്ത് 7 ഇലകളുണ്ട് ഇങ്ങനെ ചുറ്റും. 7 ഇലകൾ. അതുകൊണ്ട് അതിന് ഏഴിലംപാല എന്ന് പേര് കിട്ടിയത്. ഓക്കെ, ഇനി 3 ടൈപ്പ് ലീഫിന്റെയും ചിത്രം നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ചൈന റോസിന്റെ കൊടുത്തിട്ടുണ്ട്, ഗ്വാവയുടെ കൊടുത്തിട്ടുണ്ട്, ആൾസ്റ്റോണിയ. ഇതിനകത്ത് ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, അതേപോലെ തന്നെ വേൾഡ് ഫില്ലോടാക്സി. ഇനി ലാസ്റ്റ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് ഏതാണ്? ഇൻഫ്ലോറസെൻസ് ആണ്. ഏതാണ്? ഇൻഫ്ലോറസെൻസ്. അപ്പൊ നോക്കുക മക്കളെ, എ ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്. ഒരു ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? മോഡിഫൈഡ് ഷൂട്ടാണ്. വേർ ദ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ചേഞ്ചസ് ടു ഫ്ലോറൽ മെരിസ്റ്റം. ഒരു ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഫ്ലോറൽ മെരിസ്റ്റമായിട്ട് മാറുമ്പോഴാണ് ഒരു ഫ്ലവർ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഫ്ലവറുകൾ ഒരു ആക്സിസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഫ്ലവറുകൾ ഒരു ആക്സിസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫ്ലോറസെൻസ്. നോക്ക്, ദ അറേഞ്ച്മെന്റ് ഓഫ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ് ഈസ് ടേംഡ് ആസ് ഇൻഫ്ലോറസെൻസ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് എന്താണ് ഇൻഫ്ലോറസെൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ദ അറേഞ്ച്മെന്റ് ഓഫ്
ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ് ഈസ് ടേംഡ് ആസ് ഇൻഫ്ലോറസൻസ്. ഒരു ഫ്ലോറൽ ആക്സിസ്, ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ആക്സിസിനകത്ത് എങ്ങനെയാണ് ഫ്ലവറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫ്ലോറസൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ എപ്പെക്സ് ഗെറ്റ് ഡെവലപ്ഡ് ഇൻ ടു എ ഫ്ലവർ ഓർ കണ്ടിന്യൂസ് ടു ഗ്രോ. അതായത് ഈ ആക്സിസ് ഇങ്ങനെ മുകളിലേക്ക് വളർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണോ, അപ്പോൾ ഫ്ലവറുകൾ ഇങ്ങനെ അങ്ങ് പിടിച്ച് ഈ ഫ്ലോറൽ ആക്സിസ് മുകളിലേക്ക് വളർന്ന് കണ്ടിന്യൂസ് ടു ഗ്രോ മുകളിലേക്ക് വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ, അതോ ഈ ഫ്ലോറൽ ആക്സിസ് ഒരു ഫ്ലവറിൽ വന്ന് എൻഡ് ചെയ്യുകയാണോ എന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇൻഫ്ലോറസൻസിനെ രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ് ഈസ് കോൾഡ് ഇൻഫ്ലോറസൻസ്. അപ്പോൾ ഈ ഫ്ലോറൽ ആക്സിസ് മുകളിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണോ അതോ അതൊരു ഫ്ലവറിൽ വന്ന് എൻഡ് ചെയ്യുന്നുണ്ടോ എന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇൻഫ്ലോറസൻസിനെ എത്ര ആയിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ഇവിടെ ഈ കേസിലാണെങ്കിൽ ഇൻഫ്ലോറസൻസിന്റെ ആക്സിസ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ കേസിലാണെങ്കിൽ ഈ ഇൻഫ്ലോറസൻസ് ആണ് ഇവിടം വരെ വളർന്നുള്ളൂ, അത് കഴിഞ്ഞാൽ എവിടെ വന്ന് അവസാനിക്കുകയാണ്? ഒരു ഫ്ലവറിൽ വന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഫ്ലോറസൻസിനെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നിനെ ഈ ആദ്യത്തേനെ നമ്മൾ വിളിക്കും റെസിമോസ് ഇൻഫ്ലോറസൻസ്. എന്ത് വിളിക്കും? ഒന്നാമത്തെ തരം ഇൻഫ്ലോറസൻസിനെ എന്ത് വിളിക്കും? റെസിമോസ് ഇൻഫ്ലോറസൻസ്. അടുത്ത ഈ രണ്ടാമത്തെ തരം ഇൻഫ്ലോറസൻസിനെ നമ്മൾ വിളിക്കും സൈമോസ് ഇൻഫ്ലോറസൻസ്. റെസിമോസ് ഇൻഫ്ലോറസൻസും സൈമോസ് ഇൻഫ്ലോറസൻസും. അപ്പോ ഇവിടെ എന്താ റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ദ ഫ്ലോറൽ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ, ഡു നോട്ട് എൻഡ് ഇൻ എ ഫ്ലവർ. അല്ലേ? ഫ്ലോറൽ ആക്സിസ് കണ്ടിന്യൂസ് ആയി വളർന്നുകൊണ്ടിരിക്കുകയാണ്, അത് എവിടെ വന്ന് അവസാനിക്കുന്നില്ല, ഒരു ഫ്ലവറിൽ വന്ന് അവസാനിക്കുന്നില്ല. എന്നാൽ ഈ കേസിൽ സൈമോസ് ഇൻഫ്ലോറസൻസിന്റെ കേസിൽ ദ ഫ്ലോറൽ ആക്സിസ്, ദ ഗ്രോത്ത് ഓഫ് ദ ഫ്ലോറൽ ആക്സിസ് എൻഡ് ഇൻ എ ഫ്ലവർ. ഫ്ലോറൽ ആക്സിസ് എവിടെ വന്ന് എൻഡ് ചെയ്യുന്നു? ഒരു ഫ്ലവറിൽ വന്ന് എൻഡ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. In racemose type of inflorescence, the main axis continues to grow. Racemose type of inflorescence main axis എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? മുകളിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുന്നു. And the flowers are borne laterally in an acropetal succession. അപ്പോൾ ലീഫിന്റെ കേസിൽ നമ്മൾ അക്രോപീറ്റൽ സക്സഷൻ കണ്ടതാണല്ലേ. യങ്ങർ ലീഫുകളെ ടിപ്പിലും ഓൾഡർ ലീഫുകളെ ബേസിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റിനെ അവിടെ നമ്മൾ അക്രോപീറ്റൽ സക്സഷൻ എന്ന് വിളിച്ചത്. ഇവിടെ നോക്കൂ, ഇത് ഫ്ലവർ അല്ലേ? അപ്പോൾ ഇൻഫ്ലോറസൻസ് ഫ്ലവർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? യങ്ങർ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ടിപ്പ് ആൻഡ് ഓൾഡർ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ബേസ്. ഓൾഡർ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ബേസ്. എന്താ പറഞ്ഞേ? യങ്ങർ ഫ്ലവറുകൾ ടിപ്പിലും ഓൾഡർ ഫ്ലവറുകൾ ബേസിലുമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് അക്രോപീറ്റൽ സക്സഷൻ. അപ്പൊ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഫ്ലവറുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അക്രോപീറ്റൽ സക്സഷൻ. ഇനി റെസിമോസ് ഇൻഫ്ലോറസൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തുവാ? ഹിയർ ദ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. മെയിൻ ആക്സിസ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡു നോട്ട് എൻഡ് ഇൻ എ ഫ്ലവർ. അത് എവിടെ എൻഡ് ചെയ്യത്തില്ല? ഒരു ഫ്ലവറിൽ വന്ന് എൻഡ് ചെയ്യത്തില്ല. എക്സാമ്പിൾ, ഇതിന്റെ എക്സാമ്പിൾ സെസാൽപീനിയാണ്. സെസാൽപീനിയാണ് ഇതിന്റെ എക്സാമ്പിൾ. രാജമല്ലി, റെസിമോസ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിൾ. ഇനി അടുത്ത സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. നോക്ക്, സൈമോസ് ഇൻഫ്ലോറസൻസ്. ഇൻ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ് ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ. മെയിൻ ആക്സിസ് എവിടെ പോയി ടെർമിനേറ്റ് ചെയ്യൂടെ? കണ്ടോ, ഇതാ മെയിൻ ആക്സിസ് എവിടെ ടെർമിനേറ്റ് ചെയ്തു? ഒരു ഫ്ലവറിൽ വന്ന് ടെർമിനേറ്റ് ചെയ്തു. ശരിയല്ലേ? ഹെൻസ് ദ ലിമിറ്റഡ് ഗ്രോത്ത്. അപ്പോൾ ഇവിടുത്തെ ഫ്ലോറൽ ആക്സിസിന് എന്ത് ഗ്രോത്തേ ഉള്ളൂ? ലിമിറ്റഡ് ഗ്രോത്തേ ഉള്ളൂ. അത് എൻഡ്സ് ഇൻ എ ഫ്ലവർ, ഒരു ഫ്ലവറിൽ പോയി എന്ത് ചെയ്യുകയാണ്? എൻഡ് ചെയ്യുകയാണ്. സോ ദ ഫ്ലവേഴ്സ് ആർ ബോൺ ഇൻ ബേസിപീറ്റൽ ഓർഡർ. അക്രോപീറ്റൽ ഓർഡറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബേസിപീറ്റൽ ഓർഡർ. എന്തുവാ ബേസിപീറ്റൽ ഓർഡർ? ഇവിടെ ഓൾഡർ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ടിപ്പ് ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ബേസ്. നോക്ക്, ഓൾഡർ ഫ്ലവേഴ്സ് ആർ arranged at tip and younger flowers are arranged at base. എന്താ പറഞ്ഞത്? ഓൾഡർ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ടിപ്പ് ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ base. Such a type of arrangement is called basipetal order.
The basipetal order can be seen in zymous type of inflorescence. അപ്പോൾ സൈമോസ് ഇൻഫ്ലോറസൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തുവാ? മെയിൻ ആക്സിസിന്റെ ഗ്രോത്ത് ഒരു ഫ്ലവറിൽ വന്ന് ടെർമിനേറ്റ് ചെയ്യും. ശരിയല്ലേ? The growth of the main axis terminates in a flower. So it have a limited growth. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഇൻഫ്ലോറസൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത്രയും നേരം നമ്മൾ പഠിച്ച റൂട്ട്, സ്റ്റെം, ലീഫ്, ഇൻഫ്ലോറസൻസ്, ഈ 4 ടോപ്പിക്കുകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നോക്കൂ, ആദ്യത്തെ ചോദ്യം തന്നെ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. ഈ ഫിഗർ നോക്കി ഇൻഫ്ലോറസൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ പറഞ്ഞു ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ ഇൻഫ്ലോറസൻസ്. ഏതാണിത്? സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് അല്ലേ? ദിസ് ഈസ് സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ആൻസർ. The arrangement of veins and veinlets in the leaf lamina is called. Leaf laminയിൽ വെയിൻസും വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ഈസി, വീനേഷൻ അല്ലേ? വീനേഷൻ. ഇനി fill in the blanks. The type of inflorescence in which main axis continues to grow is. Main axis continuous ആയി വളരുന്നത് എവിടെയാണ്? റെസിമോസ് ഇൻഫ്ലോറസൻസിൽ. ശരിയല്ലേ? റെസിമോസ് ഇൻഫ്ലോറസൻസിൽ. ഇനി the pattern of arrangement of leaves on the stem or branch is called. സ്റ്റെമ്മിലോ ബ്രാഞ്ചിലോ ലീഫുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേണിനെ എന്താണ് വിളിക്കുന്നത്? സ്റ്റെമ്മിലോ ബ്രാഞ്ചിലോ ലീഫുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുവാടെ? ഫില്ലോടാക്സി. അടുത്തത്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ലീഫ്, ഗീവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. ഈ 2 ടൈപ്പ് കോമ്പൗണ്ട് ലീഫ് ഏതൊക്കെയാണ്? എ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, ബി പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന്റെ ഒരു എക്സാമ്പിൾ പറയട്ടെ, നീമാണ്, നീം. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന്റെ എക്സാമ്പിൾ പറയട്ടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് എഴുതിയാൽ സിൽക്ക് കോട്ടൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, Phyllotaxy is the pattern of arrangement of leaves on the stem branch. Write the name of 2 types of phyllotaxy. ഏതെങ്കിലും 2 ടൈപ്പ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് 3 അറിയാം. ആൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി, വേൾഡ് ഫില്ലോടാക്സി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് നോട്ടഡ് ആസ് എ ബി സി ആൻഡ് ഡി. എയും ബിയും സിയും ഡിയും. എ എന്തുവാടെ? റീജിയൺ ഓഫ്, റൂട്ടിന്റെ റീജിയൻസ് ആണ്. എ എന്താണ്? റീജിയൺ ഓഫ് മെച്ചുറേഷൻ. ബി ഏതാണ്? റീജിയൺ ഓഫ് ഇലോങ്ങേഷൻ. ശരിയല്ലേ? റീജിയൺ ഓഫ് ഇലോങ്ങേഷൻ. സി ഏതാണ്? സി ഈസ് ദ റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അല്ലേ? റീജിയൺ ഓഫ് മെരിസ്റ്റം അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഡി ഏതാണ്? ഡി മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ഏതാണ്? റൂട്ട് ക്യാപ്പ്. ശരിയല്ലേ? റൂട്ട് ക്യാപ്പ് എഴുതാൻ പറ്റുമല്ലോ? പറ്റും. The following figures A and B show 2 different types of phyllotaxy. ഏതൊക്കെയാണ് ഈ ഫില്ലോടാക്സി എന്നാണ് ചോദ്യം. ടെക്സ്റ്റ് ബുക്കിൽ അതേ ചിത്രം തന്നെയാണ്. താഴേക്ക് വരുന്നുണ്ട്. ഡിഫൈൻ ഫില്ലോടാക്സി. എന്തുവാണ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ? എയുടെ ആൻസർ എന്ന് പറഞ്ഞേ. എന്താണ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ? the pattern of arrangement of leaves on stem or branch is called phyllotaxy. ഇനി write the name of phyllotaxy A and B. A എന്നും B എന്നും പറയുന്ന ഫില്ലോടാക്സികളുടെ പേര് എഴുതുക. A ഓൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി, B ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഇത് ഓൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി, ഇത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഇനി what is inflorescence? എന്താണ് inflorescence? The arrangement of flowers on the floral axis is termed as inflorescence. അങ്ങനെയല്ലേ മക്കളെ എഴുതേണ്ടത്? The arrangement of flowers on the floral axis is called inflorescence. Which are the 2 types of inflorescence? ഏതൊക്കെയാണ് 2 തരം inflorescence? 2023 ചോദ്യമാണ്. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഇൻഫ്ലോറസൻസ്? റെസിമോസ് ഇൻഫ്ലോറസൻസും സൈമോസ് ഇൻഫ്ലോറസൻസും. ശരിയല്ല? അതിന്റെ ക്യാരക്ടേഴ്സ് ഒന്നും എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചെയ്ത് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ബോട്ടണി ചാപ്റ്റർ നമ്മൾ പഠിച്ചു, റിവൈസ് ചെയ്തു. വളരെ വേഗം നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്തു. അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യനും ചെയ്ത് പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടേം എക്സാമിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ മോർഫോളജിയിൽ നിന്ന് ഉണ്ടാകത്തുള്ളൂ. ഇതിന് മുമ്പ് നമ്മൾ പഠിച്ച 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, പ്ലാന്റ് കിങ്ഡവും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും. ഇവിടെ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ 2 ചാപ്റ്ററുകൾ പഠിക്കുക. അതിനർത്ഥം മോർഫോളജി പഠിക്കേണ്ടെന്നല്ല. മോർഫോളജിയും ഈ ഒരു റിവിഷൻ ക്ലാസ് നിങ്ങൾ കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ലൈവ് സെഷൻ നടക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക. കൃത്യമായിട്ട് അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. തൊട്ടടുത്ത നമുക്ക് അപ്പോൾ ഓണപരീക്ഷയ്ക്ക് എല്ലാവർക്കും വരുന്ന ഫസ്റ്റ് ടൈം എക്സാമിന് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.